നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. പരസ്യ പ്രചാരണത്തിന് നാളെ കലാശക്കൊട്ട്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനങ്ങളോട് കാണിക്കേണ്ട ജൈവബന്ധം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ആകുന്നതിന് പകരം ഡെവിളായി മാറിയിരിക്കുകയാണ് കേന്ദ്രമെന്നും മന്ത്രി. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഒല്ലൂർ സെന്റർ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കും. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടും. പ്രതിമാസ കമ്മീഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, റേഷൻ സാധനങ്ങൾ കൃത്യമായി സ്റ്റോക്ക് എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നല്ല നഗരം ശുചിത്വ നഗരം എന്ന പദവിയിലേക്ക് കുതിക്കുന്ന കുന്നംകുളം നഗരസഭയ്ക്ക് റോഡിലെ ചതിക്കുഴികൾ വില്ലനാകുന്നു. നഗരത്തിലെ പല പ്രാദേശിക റോഡുകളിലെയും കുഴികളിൽ ചാടി വാഹനയാത്രക്കാരുടെ നടുവൊടിയുകയാണ്. വെട്ടിക്കുഴിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കാവുങ്ങ് ജോസിന്റെ വീട്ടുവളപ്പിലെ വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. സ്കൂൾ പാചക തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ച് നിൽപ്പ് സമരം നടത്തി. സ്കൂൾ പാചക തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന നിഷേധാത്മക നയത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായുള്ള കോടതി വക സമ്പൂർണ്ണ നെയ്വിളക്ക് ഇന്ന് നടക്കും. വടക്കേ നടപ്പന്തലിൽ കക്കാട് രാജപ്പന്റെ നേതൃത്വത്തിൽ മേളം നടന്നു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരജാഥ അഴീക്കോട് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം കടമെടുത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ പരീക്ഷിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ തീരദേശ ബൈബിൾ കൺവെൻഷന് പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്ത് TV കൊച്ചുബാവ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ 28 ദിവസമായി നടത്തിവന്ന പണിമുടക്ക് സമരം പിൻവലിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് തൊഴിലുടമ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. എടത്തിരുത്തി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണശാലയിലേക്ക് വരവൂർ MKM മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അരി നൽകി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 18, 19, 20, 21 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി സെമിനാർ സംഘടിപ്പിച്ചു. പന്നിത്തടത്ത് നടന്ന സെമിനാറിൽ ഫാദർ ലൂക്ക് ബാബു, സാധു ആനന്ദവനം, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തി. കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആദ്യ കോപ്പി മേൽശാന്തി ശ്രീപതി എംബ്രാന്തിരിക്ക് ക്ഷേത്രോത്സവം കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പുതുമന കൈമാറി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതിയിൽ കിഡ്സ് ക്ലബ് ആരംഭിച്ചു. എഴുത്തുകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് പുഴയിൽ അനധികൃത തടയണയിൽ കോടാലി സ്വദേശി നസീബ് മുങ്ങിമരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ കോടാലി ആൽത്തറയ്ക്കൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം KF അഷ്റഫ് പതാക ഉയർത്തി. ഉദ്ഘാടനം നിർവഹിച്ചു.
തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജസ്റ്റിസ് KV ജയകുമാറിന് തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ സ്വീകരണം നൽകി. ഹൈക്കോടതി ജസ്റ്റിസ് PM മനോജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയലാർ അവാർഡ് ജേതാവായ സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന് ജന്മനാടിന്റെ ആദരം. മുൻ MLA പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നാട്ടിക നിയോജകമണ്ഡലം യൂത്ത് വിംഗ് യുവ വ്യാപാരി സംഗമവും പഠന ക്യാമ്പും അതിരപ്പിള്ളിയിൽ സംഘടിപ്പിച്ചു. സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞനും ആചാര്യ സംഗമവും അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ നടന്നു. ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്ഥാന വാദ്യ തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സമിതി മുകുന്ദപുരം താലൂക്ക് സമ്മേളനം കാട്ടൂരിൽ നടന്നു. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് SS മേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 67ാമത് വാർഷികത്തിന്റെ ഭാഗമായി കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഡിസംബർ 29 നടക്കുന്ന ക്ലബിന്റെ വാർഷിക ദിനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മണലൂർ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിലെയും കാരമുക്ക് ശ്രീനാരായണഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പുതുരുത്തി ഭരതക്കാട്ട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, അന്നദാനം, കളംപാട്ട് എന്നിവ നടന്നു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ സനീഷ് വടക്കൂട്ട് കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 23, 24 തീയതികളിലാണ് തിരുനാൾ. മനക്കൊടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ബിജു നെടുമ്പറമ്പിൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 23, 24, 25 തീയതികളിലാണ് തിരുനാൾ. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനോലി കനാൽ ശുചീകരണം ആരംഭിച്ചു. ലോകമലേശ്വരം വയലാറിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. എക്സ്പ്രഷൻസ് മീഡിയ ഏർപ്പെടുത്തിയ ബ്യൂട്ടി കിഡ്സ് ഫാഷൻ ഷോയിൽ ടൈറ്റിൽ വിന്നറായി സമീഷ സെൻ. പട്ടിക്കാട് തെക്കുംപാടം സ്വദേശി MJ അനൂപ് അശ്വനി ദമ്പതികളുടെ മകളാണ്. ശങ്കരം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതയായ അയ്യപ്പസ്വാമിയുടെ പുതിയ നടപ്പുര സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി മുണ്ടാരപ്പള്ളി ഉണ്ണികൃഷ്ണനും ചേർന്ന് സമർപ്പണം നടത്തി. കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന CK ലോറൻസിന്റെ 2ാം ചരമവാർഷിക അനുസ്മരണം നടത്തി. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ അന്യോന്യത്തിന്റെ 1ാം ദിവസം തിരുനാവായ യോഗം ഗംഭീരമാക്കിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ പുത്തിലം രാമാനുജൻ അക്കിത്തിരിപ്പാട് 1ാം അഷ്കം 1ാം അധ്യായം 20ാം വർഗത്തിലെ സുവിവൃതം എന്നു തുടങ്ങി 10 റിഗുകൾ ഗംഭീരമായി ചൊല്ലി. തോളൂർ പഞ്ചായത്തിൽ കേരളോത്സവം ആരംഭിച്ചു. പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ പന്ത് തട്ടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. കുരിയച്ചിറയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്മി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൈപ്പറമ്പ് സെന്ററിൽ ജനകീയ ശുചിത്വ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ നടന്ന മഹല്ല് കുടുംബസംഗമം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് M ഹയാത് ഖാൻ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത്. തൃശൂർ പാട്ടുരാക്കലിൽ വീടിന്റെ ഉമ്മറത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ദേവമാതാ സ്കൂളിന് സമീപം വികാസ് നഗറിൽ ഭാഗ്യലക്ഷ്മിയുടെ വീടിന്റെ ഉമ്മറത്താണ് കഴിഞ്ഞ ദിവസം രാത്രി പാമ്പിനെ കണ്ടത്.
വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ മുഖം തിരിച്ചു നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ചിറ്റാറ്റുകരയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ആഷിഖ് വലിയകത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഎം വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മേച്ചേരിപ്പടിയിൽ നിന്നും വെങ്കിടങ്ങിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി വാർഷിക യോഗം ചേർന്നു. നിയോജക മണ്ഡലം ചെയർമാൻ VM രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.